ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഏവരിലും നിലകൊള്ളുന്ന മഹാത്മാക്കളെ സ്മരിച്ചുകൊണ്ട് ലോകമുണ്ടായ കാലം മുതൽ ഭൂഖണ്ഡത്തിൽ മനുഷ്യനും ജീവികളും ഉണ്ടായ കാലം മുതൽ ഈ നിമിഷം വരേക്കും അറിഞ്ഞുമറിയാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും മരണപ്പെട്ടു പോയിട്ടുള്ള ആ മഹാത്മാക്കളെ സ്മരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈ ഭൂഖണ്ഡത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള ദേവീദേവന്മാരെ സ്മരിച്ചുകൊണ്ട് 33 കോടി ദൈവദേവഗണങ്ങളെ സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സ്മരിച്ചുകൊണ്ട് സർവഗ്രഹദേവന്മാരെയും നവഗ്രഹദേവന്മാരെയും രാഹുഗുളികകേതവന്മാരെയും സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രാധിപന്മാരെയും അഷ്ടവസുക്കളെയും അഷ്ടദിക്പാലകന്മാരെയും അഷ്ടൈശ്വര്യമൂർത്തികളെയും ദേവീദേവന്മാരെയും ജ്ഞാനേശ്വരന്മാരെയും ബ്രഹ്മേശ്വരന്മാരെയും സദാനന്ദ സ്വരൂപന്മാരെയും ആത്മീയാചാര്യന്മാരെയും ഗുരുകാരണവന്മാരെയും ധർമ്മദൈവങ്ങളെയും പിതാമഹന്മാരെയും പൂർവികരെയും ഗുരുവിൻ്റെ ഗുരുവായ നെല്ലച്ചനെയും ലോകത്തിലുള്ള സർവ്വശ്രീശ്വരന്മാരെയും സർവ്വ ആചാര്യന്മാരെയും സർവ്വ പണ്ഡിതന്മാരെയും ഈ ജന്മം നൽകിയ മാതാപിതാക്കളെയും ഇത്ര കാലത്തോളം ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി പരിപാലിച്ചു പോന്നിട്ടുള്ള സർവീശ്വരനെയും കൂടപ്പിറപ്പുകളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും കൂട്ടുകുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അയൽവക്കക്കാരെയും നാട്ടുകാരെയും നാടിനെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും വൃക്ഷലതാദികളെയും പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സർവചരാചരങ്ങളെയും സർവചരാചര സൃഷ്ടികളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദിമൂർത്തി ദേവന്മാരെയും ലോകത്തിലുള്ള 33 കോടി ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള അഖില ദൈവദേവഗണങ്ങളെയും ലോകത്തിലുള്ള സർവ്വദൈവദേവഗണങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഏവർക്കും നമസ്കാരം, പ്രണാമം. പറഞ്ഞു വരുന്നത് ശരീരമാകുന്ന വാഹനവും ഉടമയായി നിലകൊള്ളുന്ന മനസ്സിനെയും ഡ്രൈവറായി നയിക്കുന്ന ആത്മാവിനെയും ഇപ്രകാരമുള്ള ഉപമ വെച്ചുകൊണ്ടുള്ള വിവരണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ. ഏവരും ഒരുപാട് സഹിക്കുന്നുണ്ടെന്നറിയുന്നുണ്ടെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണിതിനു വേണ്ടി നിങ്ങളൊരു അല്പമെങ്കിലും ചിലവാക്കുന്നതെങ്കിൽ ആ വിലപ്പെട്ട സമയത്തിനൊരൊട്ടും നിങ്ങൾക്ക് നഷ്ടമായി ആയവ മാറില്ല. കാരണം അപ്രകാരമുള്ളതൊന്നും പറയുന്നില്ല ഞാൻ. അപ്രകാരമൊന്നും പറയേണ്ടവനല്ല ഞാൻ പറയുന്നത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടെങ്കിലും ഉദ്ധരിക്കുവാനായി കൊണ്ടുള്ള വാക്കുകളായി ചമയണം. അപ്രകാരമുള്ള വർണ്ണങ്ങളും അലങ്കാരങ്ങളുമേ എന്നിൽ നിന്നും ഉണ്ടാകാവൂ എന്ന് സാക്ഷിയോടായിക്കൊണ്ട് ഞാൻ പറയുന്നു. ഈ വാഹനത്തെ നേരാവണ്ണം നയിക്കണം. ഈ വാഹനം മറ്റുള്ളവരടുത്ത് തട്ടുകയോ മുട്ടുകയോ എൻ്റെ പെയിൻ്റിളകുകയോ ചെയ്യുന്ന അവസ്ഥയിലൂടെ വാഹനം ഓടിക്കരുത്. എന്നിൽ കുടികൊള്ളുന്ന മഹാത്മാവേ, എൻ്റെ വാഹനത്തെ പരിപൂർണ ശുദ്ധിയോടുകൂടി അലങ്കരിക്കണം. അപ്രകാരം നാട്ടിലുടനീളം വണ്ടി ഓടേണ്ടതായിട്ടുണ്ട്. ശാന്തമായി സ്വസ്തിഭാവത്തിൽ അപ്രകാരം വാഹനം ഓടേണ്ടതായിട്ടുണ്ട്. അമിത വേഗതയിലല്ലാതെ മിതമായ വേഗതയിലൂടെ എന്തിനേയും ഏതിനേയും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും
അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ശാന്തസ്വരൂപത്തിൽ ആ വാഹനം ഓടണം. ആ വാഹനത്തെ എവിടെയെങ്കിലും കൊണ്ടേ തള്ളിമറിക്കുകയോ ഉന്തിമറിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പ്രകോപനപരമായിട്ടുള്ള വാഹനം ഓടിക്കുന്ന ഡ്രൈവറായി നീ മാറരുത്. എന്നെയും എൻ്റെ വാഹനത്തെയും ഉടമയായി ഇരിക്കുന്ന എന്നെയും എൻ്റെ ശരീരമാകുന്ന വാഹനത്തെയും ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ ഡ്രൈവ് ചെയ്ത് ചലിപ്പിച്ച് സ്റ്റാർട്ടാക്കി എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടും സൂക്ഷ്മതയോടുകൂടി വണ്ടി ഓടിക്കണം. അപ്രകാരം നല്ല ഡ്രൈവറായി നീ മാറണം. അതല്ലാത്തതായിട്ടുള്ള തട്ടലുകൾക്കും മുട്ടലുകൾക്കും ശ്രദ്ധ കൂടാതെ കണ്ട് വാഹനം ഓടിച്ചാൽ ആയതിൻ്റെ ഉത്തരവാദിത്വം മനസ്സാകുന്ന ഉടമയും വാഹനമാകുന്ന ശരീരവും ആയതിന് കാരണമായി ഭവിക്കുന്നില്ല. അപ്രകാരമുള്ള അവസ്ഥയിലൂടെ വാഹനം ഓടിച്ചാൽ എന്നോ മുതൽ എങ്കിലും പറയുന്നു, ഇന്നു മുതൽ നീയാകുന്ന ഡ്രൈവറാകുന്ന ആത്മാവേ ഉത്തരവാദി എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ആത്മാവായി മാറും. ആയതുകൊണ്ട് ഞാൻ സഞ്ചരിക്കുന്ന പാത ശുദ്ധമായി തീരണം. ഈ വാഹനം കൊണ്ട് മറ്റുള്ള വാഹനങ്ങളെ ഇടിക്കുകയോ ആയതിൽ ചെന്ന് മുട്ടുകയോ തട്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്രകാരമായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഡ്രൈവറായിട്ടിരിക്കുന്ന നിനക്ക് മാത്രമായിരിക്കും. അതാണ്. അങ്ങനെ പറയണം നിങ്ങളേവരും. അങ്ങനെ പറഞ്ഞ് ആത്മാവിന് നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നത്. ആത്മാവ് കേൾക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒട്ടും കാപട്യമില്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെന്നറിവ് കിട്ടിയാൽ ഉടനെ നിങ്ങൾക്കൊരു നല്ല സംരക്ഷകനായി നല്ലൊരു ഡ്രൈവറായി ആ മഹാത്മാവ് മാറും. നിങ്ങൾ പരീക്ഷിച്ചോളൂ, നിരീക്ഷിച്ചോളൂ. പറയുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം. നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള അനുഭൂതി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള ആനന്ദം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടുള്ള അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും അനുഭവത്തിൽ നിങ്ങൾക്ക് വെളിപാടായി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കെന്നെ വിളിക്കാം. നല്ല അനുകൂലമായിട്ടുള്ളൊരവസ്ഥ നിങ്ങൾ വരും. സ്വസ്ഥത, ശാന്തി, സമഭാവനയോട് കൂടിയിട്ടുള്ളൊരവസ്ഥ, എന്തൊന്നില്ലാത്തതായിട്ടുള്ളൊരവസ്ഥ, ഞാനറിഞ്ഞോ അറിയാതെയോ എന്തോ ഒന്ന് എനിക്കെന്തോ ഒരു കൈവരുന്നു, ഒരു സ്വസ്ഥത കൈവരുന്നു, ഒരു ശുദ്ധമായിട്ടുള്ളൊരവസ്ഥ കൈവരുന്നു. ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ, തണലുള്ളൊരു അന്തരീക്ഷത്തിലൂടെ നമ്മളിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എളിയ തണുപ്പുള്ളൊരു കാറ്റും വരുമ്പോൾ നമ്മൾ മയങ്ങുന്നു, ഞാനറിയാതെ, ശരീരമറിയാതെ. അപ്രകാരമുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോവാം. ഇന്നൊരു ദിവസം പറഞ്ഞ ആത്മാവേ ഡ്രൈവറെ എന്നൊക്കെ വിളിച്ച് കളിയാക്കി പുച്ഛിച്ച് പരിഹസിക്കാനല്ല പറയുന്നത്. നിരന്തരം തുടർന്നുകൊണ്ടിരിക്കണം. താൽക്കാലികമായെന്നോണമല്ല. ഈ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവസാന ഘട്ടം വരെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പോകുന്ന സമയവും, നിങ്ങൾക്കറിയാം നിങ്ങൾ വന്ന സമയവും, നിങ്ങൾ എവിടുന്ന് വന്നെന്നും, നിങ്ങൾ ആരൊക്കെയായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്നും, ഇനി നിങ്ങളുടെ അവസ്ഥ എന്താവുന്നു, അതെല്ലാം നിങ്ങൾക്ക് ഓരോരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ മനസ്സും ആ ഡ്രൈവറുമായി ഒരുപാട് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ആ ഡ്രൈവറുടെ നിങ്ങൾക്ക് വാഹനത്തിനെ പറ്റിയിട്ടുള്ള സ്പെയർ പാർട്സുകളെ പറ്റിയിട്ടുള്ള മെമ്മറി കാർഡിനെ പറ്റിയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടുള്ള സർവ്വ വിവരണങ്ങളും നിങ്ങൾക്ക് ഓതി ക്രമേണ തന്നുകൊണ്ടിരിക്കും. ആ ഡ്രൈവർ ആ വാഹനത്തെക്കുറിച്ചുള്ള സർവ്വ വിവരണങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ നല്ല വാഹനത്തിൻ്റെ സ്പെയർ പാർട്സുകൾക്ക് എവിടെല്ലാം തകരാറുണ്ടോ അവിടെയെല്ലാം ഇനിയും തകരാറുണ്ട്. അത് ഇന്ന സമയത്ത് ഇന്ന ഭാഗം തട്ടിയപ്പോൾ, വണ്ടി മുട്ടിയപ്പോൾ സംഭവിച്ചിട്ടുള്ള കേടുപാടുകളാണ്. ഇന്ന സമയത്ത് ഇന്ന വാഹനം ഇന്ന സ്ഥലത്ത് കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നുള്ളത് അതിൻ്റേതായിട്ടുള്ള തരക്കേട് കൊണ്ടുണ്ടായിട്ടുള്ളതായിട്ടുള്ള ദോഷങ്ങളാണ്.
ആ ദോഷങ്ങളാണ് ഈ വാഹനം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രയാസം, ആ വാഹനം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള പോരായ്മകൾ, ആ വാഹനം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സ്വസ്ഥതക്കുറവ്, അസ്വസ്ഥത വരുന്നു, ആയതിൽ നിന്ന് വിഷമം വരുന്നു, മനസ്സൊരുപാട് പ്രയാസപ്പെടുന്നു. അതെല്ലാം എന്തുകൊണ്ട്? നമ്മളറിയാതെ നമ്മുടെ വാഹനത്തെ പല വഴിക്കും വിട്ടതുകൊണ്ട്, റോഡല്ലാത്ത മാർഗങ്ങളിലൂടെ റോഡാണെന്ന് നടിച്ചുകൊണ്ട് അപ്രകാരം നമ്മൾ വാഹനം ഓടിച്ചു പോയി ഒരുപാട് ചാട്ടവും കുലുക്കവുമുള്ള റോഡിലൂടെ വാഹനത്തെ എതിർ വാഹനമാണെന്ന് മനസ്സിലാക്കാതെ കണ്ട്, ഏതിലൂടെയും ഓടിക്കാവുന്നൊരു വാഹനമാണെന്ന് കണ്ട് ധരിച്ചുകൊണ്ട് അപ്രകാരം ഓടിച്ചത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗദുരിതങ്ങളുമായിക്കൊണ്ട് ആ വാഹനത്തെ ഒരുപാട് മന്ദീഭവിച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ വാഹനത്തെ റീകണ്ടീഷൻ ചെയ്യണം, റീവർക്ക് ചെയ്യണം, വർക്ക്ഷോപ്പിൽ കയറ്റി അതിൻ്റെ പോരായ്മകൾ എന്താണ്, അതിൻ്റെ എവിടെയെല്ലാമാണോ തകരാറുകൾ, ആ തകരാറുകളെല്ലാം പരിഹരിക്കണം. എങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ കയറ്റുന്നത്? വർക്ക്ഷോപ്പിൽ കയറ്റുന്ന പോരായ്മകൾ എങ്ങനെ നികത്തണം? അതാണ് പറയുന്നത് പ്രായശ്ചിത്തം. മനുഷ്യൻ്റെ ശരീരത്തെ കേടുപാടുകൾ തീർക്കാനായി കൊണ്ടുതുകുന്ന രീതിയാണ് പ്രായശ്ചിത്തം. എന്താണ് പ്രായശ്ചിത്തം? ഇതാ ഞാൻ അറിഞ്ഞിരിക്കുന്നു, എൻ്റെ വണ്ടിയുടെ സ്പെയർ പാർട്സുകൾക്കും വണ്ടിയുടെ ടയറുകൾക്കും വണ്ടി തിരിക്കുമ്പോഴും മുടിക്കുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള പോരായ്മ, നിയന്ത്രണത്തിൽ കിട്ടാതെ താകുന്ന ബ്രേക്കുകളും ക്ലച്ചുകളും, ഗിയർ മാറ്റുവാനായിക്കൊണ്ട് പ്രയാസം, ഗിയർ മാറ്റുമ്പോൾ ശബ്ദിക്കുന്നു, ഒരു സുഖമില്ലാത്ത ശബ്ദം, കാലിൻ്റെ മുട്ടലുകളും കൈമുട്ടലുകളും ഒരുപാട് പ്രയാസങ്ങളും ശബ്ദങ്ങളും വരുന്നു. വണ്ടി വലിക്കുന്നില്ല, കയറ്റം വലിക്കുന്നില്ല, കയറി പോകുമ്പോൾ വണ്ടി വലി മുട്ടുന്നു, കയറ്റം കയറുമ്പോൾ ശ്വാസം മുട്ടുന്നു, നമുക്ക് നടക്കാനായി വയ്യ. എന്തുകൊണ്ട്? നമ്മൾ പണത്തിൻ്റെ ആക്കം നോക്കിക്കൊണ്ട് നമ്മൾ കച്ചറയുള്ള ഡീസലോ പെട്രോളോ അടിക്കുന്നു. നമ്മൾ പണത്തിൻ്റെ ആക്കം നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മോഹാലസ്യപ്പെട്ടുകൊണ്ടോ ഈ വാഹനത്തിനൊരുപാട് ദോഷം സംഭവിക്കുന്നതായിട്ടുള്ള അന്നപാനീയങ്ങളും ആഹാരങ്ങളും കഴിക്കുന്നു. ഇങ്ങനെ കട്ടുകൊണ്ടും അന്യരുടെ മുതൽ മോഷ്ടിച്ചുകൊണ്ടും നമ്മൾ കഴിക്കുന്നു. അതായത് പെട്രോളും ഡീസലും, നികുതി അടയ്ക്കാത്തതായിട്ടുള്ള പെട്രോളും ഡീസലും നമ്മൾ അടിക്കുന്നു. അസത്യപരമായിട്ടുള്ള പെട്രോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രവുമല്ല, അത് ശുദ്ധീകരിക്കാത്തതായിട്ടുള്ള പെട്രോളും ഡീസലുമാകുന്നു. അപ്രകാരമുള്ള പെട്രോളും ഡീസലും അടിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനുണ്ടാകുന്ന കുഴപ്പം, അതിൻ്റെ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആകുന്നു. ഒരുപാട് കച്ചറകളുള്ള ഡീസലും പെട്രോളുമായി കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്ററുകളുടെ അവസ്ഥ വേഗം മന്ദീഭവിക്കുന്നു. ഫിൽറ്ററുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. ഡീസൽ ഫിൽറ്റർ ഇടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ? പശ്ചാത്താപം വരുമ്പോൾ അവിടെ ശുദ്ധി വരുന്നു. അതാണ്. അപ്പം എന്ത് ചെയ്യണം? മനുഷ്യനായിട്ടുള്ള ഈ വാഹനം ഇതിൻ്റെ കേടുപാടുകൾ തീർക്കണമെങ്കിൽ, പൂർണ്ണമായിട്ടുള്ള കേടുപാടുകൾ തീർക്കണമെങ്കിൽ എന്ത് വേണം? ഈ സോഫ്റ്റ്വെയറുമായി ബന്ധമുള്ള വർക്ക്ഷോപ്പിൽ കയറ്റണം. ഈ സോഫ്റ്റ്വെയറുമായി കൂടുതൽ ബന്ധമില്ലാത്തതാണ് ആശുപത്രികൾ. ഈ പ്രകൃതിയിൽ നിന്നും തന്നെ നമുക്ക് അന്നപാനീയങ്ങളിൽ നിന്ന് ശുദ്ധമായിട്ടുള്ള രീതിയിലൂടെ ആയവ പാചകം ചെയ്ത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആയതിൽ നിന്നും പോഷകസമ്പുഷ്ടമായിട്ടുള്ള ആഹാരം ആയതിൽ നിന്നും കിട്ടും. ഔഷധ ഗുണസമ്പുഷ്ടമായിട്ടുള്ള ആഹാരം ആയതിൽ നിന്നും കിട്ടും. ശരീരത്തിന് വേണ്ടതായിട്ടുള്ള, മനസ്സിന് വേണ്ടതായിട്ടുള്ള
ബുദ്ധിക്ക് വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ള സർവവും പ്രകൃതിയിൽ നിന്നുള്ള സസ്യജാലങ്ങളിൽ നിന്നും വൃക്ഷലതാദികളിൽ നിന്നും കിട്ടുന്നു. അറിയണം നിങ്ങളേവരും. ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ആവുമെന്ന്? ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടാവുകയല്ല, ഉള്ളത് പറയുകയാണ്. ഇവിടെ ഉള്ളത് പറയുവാനേ നമുക്കാവുകയുള്ളൂ. ആർക്കും ഇല്ലാത്തത് പറയുവാനായിക്കൊണ്ട് ആവില്ല. ഉള്ളത് പറയുവാൻ മാത്രമേ നമുക്കാവുകയുള്ളൂ. പ്രകൃതിയിൽ നിന്നും കിട്ടുന്നത് അതിമഹത്തായിട്ടുള്ളതും അതിമഹനീയമായിട്ടുള്ളതും പോഷകസമ്പുഷ്ടമായിട്ടും ഔഷധ ഗുണമുള്ളതായിട്ടുള്ള ഔഷധ വീര്യമുള്ളതായിട്ടുള്ള സസ്യങ്ങളും വൃക്ഷലതാദികളും സസ്യജലാദികളും നിലകൊള്ളുന്നു. പൂക്കളായും കായ്കളായും വേരുകളായും തണ്ടുകളായും ഇലകളായും ആയവ അതിമനോഹരമായി മൃതസഞ്ജീവനിയായി നിലകൊള്ളുന്നു. വളർന്ന് പുഷ്പിച്ച് നല്ല വൃക്ഷങ്ങളും നല്ല വള്ളിപ്പടർപ്പുകളും കൗതുകമുണർത്തുന്നതായിട്ടുള്ള പൂക്കളും കായ്കനികളുമായി നിലകൊള്ളുന്നു. അതാണ്. അപ്പം നമ്മൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യും? വേഗം ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ വലിയ വലിയ ആശുപത്രികൾ തേടിപ്പോകുന്നു. വലിയ വലിയ ആശുപത്രികൾ തേടിപ്പോകുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒരു ദിനം അതികഠിനമായിട്ടുള്ള ശ്വാസതടസ്സം നേരിട്ടു. അമ്മ നിലയും വിളിയും കൂടി കരച്ചിലായി, പ്രശ്നമായി. ശ്വാസം കിട്ടുന്നില്ല, വേണ്ടതുപോലെ ശ്വാസം കിട്ടുന്നില്ല. അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവർ, അനുജൻ്റെ ഭാര്യയും, ഞാനവിടെ ഇല്ല, ഞങ്ങൾ വേറെയാണ് താമസം. ഞാനും ജ്യേഷ്ഠനും വേറെയാണ് താമസം. 2 അനുജന്മാരാണ് വീട്ടിലുള്ളത്, അമ്മയുടെ കൂടെ ഉള്ളത്. അവരുടെ ഭാര്യമാരുണ്ട്. അവരിത് കേട്ടപാട് അവർക്കും വിഷമമായിരുന്നു. ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങളവിടേക്ക് എത്തിക്കോളാം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഞങ്ങളെല്ലാം വിളിച്ച് ആശുപത്രിയിൽ കിടന്ന് കരയുകയാണ്. അമ്മയ്ക്ക് ശ്വാസം കിട്ടുന്നില്ല, അമ്മയ്ക്ക് ശ്വാസം എടുക്കാനായിക്കൊണ്ട് സാധിക്കുന്നില്ല. എന്താ കാരണം? ശ്വാസതടസ്സം. ആശുപത്രിക്കാർ അപ്പോൾ ചെറിയൊരു ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. അവർ പറഞ്ഞ് എന്തോ ഒരു അറ്റാക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട്, ECG നോക്കിയപ്പോൾ അതിൽ തകരാറുകൾ കാണുന്നുണ്ട്, വേഗം നിങ്ങൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഡോക്ടറിലോടത്ത് അതിനുള്ള സജ്ജീകരണങ്ങളിടത്തേക്ക് വേഗം കൊണ്ടുപോയിക്കോളൂ. അവിടുന്ന് പ്രാഥമികപരമായിട്ടുള്ള ചികിത്സയും അവർക്കറിയാവുന്നതായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ എമർജൻസിയായി കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടോളൂ. ഉടനെ തന്നെ ഞങ്ങൾ ചെന്നു. പ്രൈവറ്റ് ആശുപത്രിയിൽ, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ചെന്നപ്പോൾ അമ്മ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മരുന്നുകളുടെ ലിസ്റ്റും കാര്യങ്ങളും അതിൻ്റെ ബുക്കുകളെല്ലാം ഞങ്ങളവിടെ കൊടുത്തു. പക്ഷേ ചെന്ന പാടെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ ശ്വാസത്തിന് തടസ്സമുള്ളതായിട്ടുള്ള ആയതൊന്ന് നിൽക്കുവാനായിക്കൊണ്ടുള്ളൊരു പ്രാഥമിക ചികിത്സ നിങ്ങൾ കൊടുക്കണം. ഈ ശ്വാസതടസ്സം നേരായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിർത്തുന്നില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾക്ക് അമ്മയ്ക്ക് ചികിത്സ കൊടുക്കുവാനായിക്കൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ഞങ്ങൾക്ക് ഈ ആശുപത്രിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ ശ്വാസതടസ്സം എപ്രകാരം നിർത്താനായിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നു, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണം. ആയതിനു ശേഷം ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കണം. ഞങ്ങൾ ഇവിടെ നിർത്താനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തന്നെ അവരുടെ ലിസ്റ്റിൽ എഴുതി വെച്ചു, ഈ അസുഖം ഉള്ള ഈ ശ്വാസതടസ്സം നേരിടുന്ന ഈ അമ്മയും കൊണ്ടുവന്ന മക്കൾ അവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം അറിയിച്ചിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ മാത്രം നൽകണം എന്നുള്ളതാണ് ഈ ആശുപത്രിയോടായിട്ട് ഇതിൻ്റെ പ്രവർത്തകരോടായിട്ട് ഇവർ മക്കൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വിവരങ്ങൾ ആ ലിസ്റ്റിൽ കുറിച്ച് വെച്ചു. കാരണം ഞങ്ങൾ കൊണ്ടുപോകുന്ന പക്ഷം
ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ വഴിമധ്യേ നേരിട്ടാൽ ഈ ചികിത്സ നൽകിയ പ്രാഥമിക ചികിത്സ നൽകിയ ആശുപത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ചാർത്തുകയാണെങ്കിൽ മുൻകൂട്ടിയുള്ള നമ്മുടെ വാക്കുകളും അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും സമർത്ഥിക്കുവാനാണ് അവരുടെ ഫയലിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചത്. ശേഷം ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശ്വാസതടസ്സങ്ങളെല്ലാം നീങ്ങി സാധാരണ നിലയിൽ അമ്മ ശ്വസിക്കാൻ തുടങ്ങി. അമ്മയുടെ വേദനയും വിഷമങ്ങളെല്ലാം മാറി സ്വസ്ഥമായി ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്നു. അമ്മയ്ക്കിപ്പോൾ വലിയ കുഴപ്പമില്ല, ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നീട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുള്ള ഇപ്പോൾ വലിയ കുഴപ്പം കാണില്ലെങ്കിലും എല്ലാ ഡോക്ടർമാരുടെ സൗകര്യങ്ങളും ഒക്കെയുള്ള കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളുള്ള മൊബൈൽ ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ. എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ടുള്ള ആംബുലൻസിൽ വേണം കൊണ്ടുപോകാൻ. അപ്രകാരം നിങ്ങൾക്ക് കൊണ്ടുപോവാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല, കൊണ്ടുപോയിക്കോളൂ. അപ്പം ഞങ്ങൾ അന്വേഷിച്ചു. രാത്രിയായിരുന്നു ആശുപത്രിയിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് സമയം പിന്നെയായിരുന്നു അമ്മേൻ്റെ അസുഖം ഒന്ന് ഭേദമായപ്പോൾ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇന്ന് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിക്കൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിർത്തുകയാണെങ്കിൽ ICUവിൽ കയറ്റണം. ഇന്ന് ഇവിടെ നിർത്തുകയാണെങ്കിൽ അമ്മയെ ICUവിൽ കൂടുതൽ ചികിത്സകൾ കൊടുക്കുവാനും കൂടുതൽ നിരീക്ഷിക്കുവാനും നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള ആ സെക്ഷനിലേക്ക് നിർത്താനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളവിടെ പോയി അന്വേഷിച്ചാൽ, അന്വേഷണ കൗണ്ടറിൽ പോയി ചോദിച്ചാൽ ICUവിൻ്റെ കാര്യങ്ങളും അതിക്കടക്കേണ്ടതായിട്ടുള്ള പൈസകളും വിവരങ്ങളും അവർ പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിച്ച് ഇന്നൊരു ദിവസം ICUവിൽ അമ്മേനെ നിർത്താൻ എത്ര ചിലവ് വരും, അതിന് എത്ര ചിലവ് വരും. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നാളെ ഡിസ്ചാർജ് തരുമോ, നിങ്ങൾ ICUവിൽ കയറ്റിയ ഒരു രോഗിയെ ഒരു ദിവസം നിർത്തി പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് തരുമോ? അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഫയലിൽ എഴുതിയിട്ടില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അതുകൊണ്ട് നാളെ ഡോക്ടർ വരുമ്പോൾ ഡോക്ടർക്ക് ഈ പട്ടിക നോക്കിയാൽ അറിയാം നിങ്ങൾ പറഞ്ഞ വാക്കുകളും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ട്, അതുകൊണ്ട് നിയമപരമായി ഞങ്ങൾ നാളെ അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് തരണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം അവിടെ നിർത്തി. ഡോക്ടർ പിറ്റേ ദിവസം വന്നു, ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അമ്മയ്ക്ക് ഒരുപാട് പ്രായമായതാണ്, ആൻജിയോഗ്രാം ചെയ്യണ്ട, അല്ല അത് ദോഷങ്ങളുണ്ടെങ്കിൽ അറിയാം, ബ്ലോക്കുകളുണ്ടെങ്കിൽ അറിയാം. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം മെഡിക്കൽ കോളേജിലേക്ക്. അതല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുള്ള തീരുമാനം, ഞങ്ങൾക്ക് ഈ ആശുപത്രി കൊണ്ട് ആൻജിയോഗ്രാം ഞങ്ങൾ ചെയ്യണില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടായി ചെയ്യാം. അപ്പം ഞങ്ങളോട് ആ ഡോക്ടർ പറഞ്ഞു, ആൻജിയോഗ്രാം ചെയ്യണം എന്ന് ചെയ്താൽ കാര്യങ്ങൾ അറിയാം, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ തീരുമാനം അങ്ങനെയാണ്, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ അമ്മയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി. അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അമ്മനെ വാർഡിലേക്ക് മാറ്റും. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അമ്മയെ വാർഡിലേക്ക് മാറ്റും. ICUവിൽ നിന്ന് ഇന്ന് ഇവിടെ തന്നെ നിർത്തുകയാണെങ്കിൽ വാർഡിലേക്ക് മാറ്റും. 4 ദിവസം ഇവിടെ നിൽക്കണം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോവാം. അതല്ല, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവാം. അപ്പോൾ ഞങ്ങൾ പുറത്തിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു രോഗിയെ കൊണ്ടുവന്ന് വന്നാൽ ഈ ആശുപത്രിയിൽ 5 ദിവസമാണ് ICUവിൽ ഇടേണ്ടത്. 5 ദിവസം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ആളെ ഈ ലക്ഷണപ്രകാരമുള്ള അവസ്ഥയിൽ വന്നത്. 5 ദിവസമാണ് ICUവിലുള്ള.
അവിടുത്തെ ചികിത്സ അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. ഡിസ്ചാർജ് അല്ലെങ്കിൽ ICUയിൽ നിന്ന് മറ്റു വാർഡിലേക്കോ അല്ലെങ്കിൽ സുഖം പ്രാപിച്ചാൽ വീട്ടിലേക്ക് അയക്കുള്ളൂ. 5 ദിവസം വരെ അവർ ICUയിൽ നിൽക്കും. ഒരു ദിവസം കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റില്ല. അങ്ങനെയാണ് ആശുപത്രിൻ്റെ നിയമം. പക്ഷെ ഞങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു ശ്രമം ആയപ്പോൾ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, വാർഡിൽ അത് കിട്ടുന്നത് ഒഴിവാക്കണ്ട, ആൻജിയോഗ്രാം ചെയ്യണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ചെയ്യണമെങ്കിൽ ചെയ്തോളി, ചെയ്താൽ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അറിയാൻ പറ്റില്ല, തൽക്കാലം ഗുളികയൊക്കെ കൊടുക്കാം. 4 ദിവസം അവിടെ കിടന്ന് അമ്മയ്ക്കൊരു കുഴപ്പമുണ്ടായില്ല, ആൻജിയോഗ്രാം ചെയ്തില്ല. ആൻജിയോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ പറയും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം. 80,000 മുതലുള്ള സംഖ്യകൾ മേലോട്ട് പോകും. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് 8,000 ചില്ലറ രൂപ അത് വേണം. പിന്നീട് അത് ചെയ്താൽ ഉറപ്പാണ് ആൻജിയോപ്ലാസ്റ്റ് വേണം. 1, 2, 3 ബ്ലോക്കുണ്ട്. 1, 2 ബ്ലോക്ക് തീർക്കണം. 3ാമത്തെ ബ്ലോക്ക് പിന്നെ തീർത്താലും മതി. 1, 2 തീർത്തില്ല എങ്കിൽ വളരെ അപകടം പിടിച്ച അവസ്ഥയിലാവും നമ്മളോട് പറയും. എന്ത് പറയും? നമ്മൾ വേഗം ഒപ്പിട്ട് കൊടുക്കും. ആൻജിയോപ്ലാസ്റ്റ് എങ്കിൽ ആൻജിയോപ്ലാസ്റ്റ്, ഞങ്ങൾക്ക് അമ്മയുടെ ആയുസ്സാണ് വലുത്, അമ്മ ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അറിയണം നിങ്ങൾ, ഒരു ആൻജിയോഗ്രാം കൊണ്ടും ഒരു ആൻജിയോപ്ലാസ്റ്റ് കൊണ്ടും ഒരു മേജർ ശസ്ത്രക്രിയ കൊണ്ടും ഒരു മനുഷ്യനെയും ഒരു ജീവിയെയും രക്ഷിക്കാൻ ഒരാശുപത്രിക്കും കഴിയില്ല, ഒരു ചികിത്സ കൊണ്ടും സാധ്യമല്ല. ഇന്നും 4-5 വർഷമായി പ്രകാരം ഉണ്ടായിട്ട് ആൻജിയോഗ്രാം ചെയ്തിട്ടില്ല, ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിട്ടില്ല. ചെറിയ രീതിയിലുള്ള മരുന്നുകളും കാര്യങ്ങൾ കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. പ്രായത്തിൻ്റെതായിട്ടുള്ള 80 വയസ്സിൻ്റെ മേലെയായി, പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാലും ഇന്നത്തെ അവസ്ഥയ്ക്ക് അമ്മ എണീറ്റ് നടക്കുന്നു. പ്രാഥമികപരമായിട്ടുള്ള അമ്മയുടെ കാര്യങ്ങൾ ചെറിയ തോതിൽ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഷമമില്ല, അതിന് ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ പല അനുഭവങ്ങളുണ്ട്. ചെറിയ നെഞ്ചരിച്ചിലോ ഛർദിയോ കണ്ടവർ ആൻജിയോഗ്രാമിന് വിധേയമാക്കി, ആൻജിയോപ്ലാസ്റ്റിന് വിധേയമാക്കി ഒരാഴ്ച കൊണ്ടും 10 ദിവസം കൊണ്ടൊക്കെ മരണപ്പെട്ടു പോയ അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ അനുഭവത്തിൽ നിലകൊള്ളുന്ന അതാണ്. ഓരോരോ മനുഷ്യർക്കും ആയുസ് എത്രയാണ്, അത് ആൻജിയോഗ്രാം ചെയ്താലും അവർക്കൊക്കെ ആൻജിയോഗ്രാം ചെയ്ത് കൊണ്ടുവന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. 8 ദിവസത്തിനപ്പുറത്തേക്ക് പോയില്ല ആൾ. ആ കുടുംബത്തിൽ നിന്നും അമ്മയോ അച്ഛനോ നീങ്ങി. ആൻജിയോഗ്രാം ചെയ്യായിട്ടാം, ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ലക്ഷങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആരെങ്കിലും അതില്ലയെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നതുകൊണ്ടാണ്. പ്രൈവറ്റ് ആശുപത്രികളിൽ ഇത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾക്ക് രക്ഷയുള്ളതാണ് ചികിത്സയും ആശുപത്രികളും. കുറ്റപ്പെടുത്തുകയില്ല. ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ പ്രൈവറ്റ് ആശുപത്രികളുമായി തട്ടിച്ചു നോക്കുമ്പോഴുണ്ട്. എന്നാൽ ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഇത്ര ഭംഗിയുള്ളതും മനോഹരമായതുമാണോ? അല്ല. തട്ടിപ്പും വെട്ടിപ്പും ഒരുപാട് അവിടെ നടക്കുന്നു. റെക്കമെൻഡുകൾ കൊണ്ട് പണം ബാക്കിലൂടെ കൊടുത്തത് കൊണ്ടും സൗകര്യങ്ങൾ അവിടെ പലർക്കും ചെയ്തു കൊടുക്കുന്നു. പാവപ്പെട്ടവർ ചെല്ലുമ്പോൾ കുറച്ച് പൈസ ഉള്ളവർ ബാക്കിലൂടെ ചെന്ന് ആശുപത്രി വേണ്ടപ്പെട്ട അധികൃതരുമായി കണ്ടുകൊണ്ട് ആയതിൽ നിലകൊള്ളുന്നവരെ പണം കൊടുത്ത് സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ചികിത്സകൾ അവർക്ക് ഭാഗവത്തായി നൽകുന്നു. പാവപ്പെട്ടവൻ വരാന്തയിൽ കിടക്കുന്നുണ്ടാവും, കുറച്ച് പണമുള്ളവൻ ബെഡിൽ ചികിത്സ കിട്ടിക്കൊണ്ട് കിടക്കുന്നുണ്ടാവും വരാന്തയിൽ. അവൻ ഓരോരോ സമയം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാന്തയിൽ കിടക്കുന്നുണ്ടാവും. അപ്പം എന്താ പറയുന്നത്? നമ്മുടെ വാഹനത്തിൽ വേണ്ട രീതിയിലുള്ളതായിട്ടുള്ള ശുദ്ധി ചെയ്തതായിട്ടുള്ള പെട്രോളും ഡീസലും അടിച്ചാൽ
പെട്ടെന്ന് കേടുവരാത്തതായിട്ടുള്ള ഫിൽറ്ററുകളാവും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക. പെട്രോൾ ശുദ്ധി ചെയ്യുവാനായിക്കൊണ്ട്, ഡീസൽ ശുദ്ധി ചെയ്യുവാനായിക്കൊണ്ട്. ഒരുപാട് കച്ചറകളില്ലാത്ത ഭക്ഷണം കഴിച്ച് ശീലിക്കണം. എന്താണ് ഒരുപാട് കച്ചറകൾ? ഒരുപാട് വിഷമയമായിട്ടുള്ള മരുന്നുകളടിച്ച മത്സ്യവും ഒരുപാട് ഹോർമോണുകളെ കുത്തിവെച്ചത് നിറച്ചത് കൊണ്ടുള്ള മാംസവും കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഒരുപാട് വേണ്ടാത്തതായിട്ടുള്ള കൊഴുപ്പുകളും നീർക്കെട്ടുകളും വന്ന് ശരീരം ജീർണിച്ചിരിക്കുന്നു. ശരീരം ഒരുപാട് വണ്ണം വെച്ചിരിക്കുന്നു. കയറ്റം കയറാൻ വയ്യ, ശ്വാസതടസ്സം, ഇറക്കമിറങ്ങാൻ വയ്യ. കാൽമുട്ടിന് പ്രശ്നം, കയറ്റം കയറുമ്പോഴും കാൽമുട്ടിന് പ്രശ്നം, നടുവിന് പ്രശ്നം, ഊരയ്ക്ക് പ്രശ്നം, അരയ്ക്ക് പ്രശ്നം, മുക്കാലിന് പ്രശ്നം, കഴുത്തിന് പ്രശ്നം, തലയ്ക്ക് പ്രശ്നം. ഇതെല്ലാം കൂടി 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 മനസ്സിന് പ്രശ്നം. ശാന്തതയില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല. ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. മക്കളെല്ലാം ഗൾഫിലാണ്. സമ്പത്ത് ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ അന്നപാനീയങ്ങളും ആഹാരങ്ങളും കഴിക്കാനായിക്കൊണ്ട് ഉണ്ട്. പക്ഷേ എനിക്ക് വേണ്ട പ്രകാരം ഭക്ഷണം ഇനി കഴിക്കാൻ പറ്റാതാവുന്നു. എനിക്കൊരുപാട് ഇഷ്ടമുള്ള മാംസം കഴിക്കാതാവുന്നു. ഡോക്ടറെത്തേക്ക് പോകുമ്പോൾ പറയുന്നു കൊഴുപ്പ് ഒരുപാട് കൂടി. ശ്രദ്ധിക്കണം 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 എന്ന് പറഞ്ഞാലും ചിലർ നല്ലോണം കഴിക്കും. ഞാനൊക്കെ അങ്ങനെയാണ്, നല്ലോണം ഭക്ഷണം കഴിക്കും. അപ്പോൾ അതാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ക്രമപ്പെടുത്തണം. ശരീരത്തിൽ ഒരുപാട് കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള കൊഴുപ്പുകളും മാലിന്യങ്ങളും എന്നറിയണം. ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ, ശരീരത്തെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരുപാട് വിഷമയമായിട്ടുള്ള അവസ്ഥകൾ ശരീരത്തിൽ നിലകൊള്ളുന്നുണ്ട്. അത് ശരീരം ഇളകുന്ന സമയം, വിയർക്കുന്ന സമയത്ത് വിയർപ്പിൻ്റെ കൂടെ മാലിന്യങ്ങൾ പോകുന്നു. മലമൂത്ര വിസർജന സമയത്ത് മലത്തിലൂടെയും മൂത്രത്തിലൂടെയും ഒരുപാട് ദോഷങ്ങൾ പോകുന്നു. മൂക്കിലൂടെ ഒരുപാട് ദോഷങ്ങൾ പോകുന്നു. വായിലൂടെ ഒരുപാട് ദോഷങ്ങൾ പോകുന്നു. ഇപ്രകാരമുള്ള ദോഷങ്ങളെല്ലാം പോകണമെങ്കിൽ ശരീരം വ്യായാമം വേണം. വാഹനം കുറച്ചൊക്കെ കുലുങ്ങുന്ന അവസ്ഥയിലൂടെ പോയി ആ വാഹനത്തിൻ്റെ സ്പാർസുകളും സ്റ്റോക്കാപ്സറുകളൊക്കെ ഒന്ന് ഉയർന്ന് താന്ന് അതിൻ്റെ ഹെയർ കണ്ടീഷണറൊക്കെ ലെവലായി ഒന്ന് ഇളക്കൊക്കെ കിട്ടുമ്പോൾ ഇതിന് കുറേശ്ശെ ഗ്രീസ് അടിച്ചു കുടിച്ചാലുണ്ടാകുന്നൊരു സുഖം. അതുപോലെ നല്ല ആഹാരം കഴിക്കുമ്പോൾ കാലിൻ്റെ മുട്ടിലൊക്കെ കുറച്ച് തൈലിടുമ്പോൾ എപ്രകാരം ഉണ്ടാകുന്നൊരാശ്വാസം, അപ്രകാരം നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്നതായിട്ടുള്ള നല്ല ഔഷധങ്ങളോ അപ്രകാരമുള്ള തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തതായിട്ടുള്ള ആയുർവേദ മരുന്നുകളും ആയുർവേദ ഡോക്ടർമാരുമുണ്ട്. ആയുർവേദ വൈദ്യന്മാരുണ്ട്. സത്യസന്ധരായിട്ടുള്ള ആളുകൾ. അവരുടെ മുമ്പിൽ അവർക്ക് വേണ്ടത് പണമല്ല, അവർക്ക് വേണ്ടത് ആ വരുന്ന മനുഷ്യന് സ്വസ്ഥത കൊടുക്കണം. തൻ്റെ കർത്തവ്യം അതാണ്. തൻ്റെ ഉത്തരവാദിത്വം ആ വരുന്നവർക്ക്. അപ്രകാരമുള്ള ചിന്തകളുള്ളവർ അലോപ്പതി ഡോക്ടർമാരിലുണ്ട്, യുനാനികളിലുണ്ട്, ഹോമിയോപ്പതികളിലുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർ ഇതിലെല്ലാറ്റിലും ഒരുപോലെയുണ്ട്. അലോപ്പതി ഡോക്ടർ ഇംഗ്ലീഷ് മരുന്ന് നല്ലതാണ്, ഹോമിയോപ്പതി നല്ലതാണ്, ആയുർവേദ മരുന്ന് നല്ലതാണ്. നല്ലതുള്ളിടത്ത് എത്തിച്ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ഗുണഗണങ്ങൾ നല്ലതായിത്തീരുന്നില്ലെങ്കിൽ ഒരുപാട് ചൂഷണത്തിന് വിധേയമാകുന്നു. നമ്മൾ ആരോഗ്യപരമായി ദുഷിച്ചു പോകുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം കൊണ്ട് ക്രമം തെറ്റിയിട്ടുള്ള ആഹാരം, ക്രമം തെറ്റിയിട്ടുള്ളതായിട്ടുള്ള ഉറക്കം, ക്രമം തെറ്റിയിട്ടതായിട്ടുള്ള മറ്റുള്ള ഇടപെടലുകളും പ്രശ്നങ്ങളും നമ്മുടെ ചിന്തകൾ ഒരുപാട് നമ്മുടെ ശരീരത്തെ തകർക്കുന്ന രീതിയിലൂടെ മുന്നോട്ട് പോകുന്നു. വ്യായാമക്കുറവ് അതിപ്രധാനമാണ്. ശരീരത്തിൻ്റെ ആരോഗ്യനില താഴ്ന്നു പോകുന്നത് വ്യായാമക്കുറവ് കൊണ്ടാണെന്നറിയണം. മുമ്പൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ളതും വളർന്നിട്ടുള്ളതും എൻ്റെ അമ്മയൊക്കെ
വസ്ത്രം കഴുകിയിരുന്നത് കിലോമീറ്ററുകളൊക്കെ പോയി കുളത്തിൽ പോയി വസ്ത്രങ്ങൾ അലക്കി വന്നിരുന്നവരായുള്ള ഒരു കാലങ്ങളുണ്ടായിരുന്നു. വെള്ളം മുക്കി ഉപയോഗിച്ച് കൊണ്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളും മറ്റും അരയ്ക്കുന്നതായിട്ടുള്ള കാലമുണ്ടായിരുന്നു. നമുക്ക് നാസ്ത കഴിക്കുവാനായിക്കൊണ്ടുള്ള അപ്പവും അടയും വടയും പുട്ടും മറ്റും നല്ല ദോശയും എല്ലാം ഉണ്ടാക്കുന്നതായിട്ടുള്ള മാവുകളുണ്ടായിരുന്നത് ഉരലിലിട്ട് ഉലക്ക കൊണ്ട് ഇടിച്ചുണ്ടാക്കിയിട്ടുള്ള പൊടികൾ കൊണ്ടും മാവുകൾ കൊണ്ടും ആട്ടുകല്ലിൽ ആട്ടിയിട്ടുള്ളതായിട്ടുള്ള മാവ് കൊണ്ടുമായിരുന്നു. ഇതെല്ലാം ശരീരം കൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് അപ്രകാരം അമ്മയ്ക്കൊന്നും അന്ന് ഒരു തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരത്തികളായിട്ടുള്ള സ്ത്രീകൾക്കും ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവർക്ക് ശരിക്കൊന്ന് ഇളകിയാൽ പ്രശ്നമായി, ശരിക്കൊന്ന് നടന്നാൽ പ്രശ്നമായി. ഫുള്ളും വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത്. വാഹനം ഇഷ്ടം പോലെ ഉണ്ട്. ഏതൊരു കൂലിപ്പണിക്കാരൻ്റെ വീട്ടിലുണ്ടാവും ഒരു പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാർ ഏതെങ്കിലും ഒന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു ബൈക്കെങ്കിലും ഉണ്ടാവും. നമുക്കിതൊന്നുമില്ല, കാരണം ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് ഇതൊന്നും മേടിച്ചിട്ടില്ല. ഓടിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് മാരുതി കാർ ഞാനും വാങ്ങിയിട്ടുണ്ടാവും. കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലിങ്ങനെ പോകാൻ നല്ല സുഖമാണ്. ഒരു 1986 ഞാൻ ചെറിയൊരു വാഹനം, ഒരു ജീപ്പൊക്കെ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ മറന്നുപോയി. അപ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ആളുകൾ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള വ്യായാമ മുറകൾ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് വിഷമങ്ങളും രോഗങ്ങൾക്കും പാത്രീഭൂതരായി മാറുന്നു. അറിഞ്ഞോ അറിയാതെയോ. ആരോട് പറയും? ഒരാശുപത്രിയിൽ പോയി ഒരുപാട് ചികിത്സ ചെയ്ത് മാറിയില്ല, വേറൊരാശുപത്രിയിൽ പോയി ഒരുപാട് ചികിത്സ ചെയ്ത് മാറിയില്ല, പിന്നെ വേറൊരു ആശുപത്രിയിൽ പോയി ഒരുപാട് ചികിത്സ ചെയ്ത് മാറിയില്ല, പിന്നെ ആയുർവേദം ചെയ്തു, പിന്നെ ഹോമിയോപ്പതി ചെയ്തു, പിന്നെ യുനാനി ചെയ്തു, ഒന്നും മാറിയില്ല. എന്തുകൊണ്ട്? നമ്മൾ അശ്രദ്ധ കൊണ്ട് നമ്മുടെ വാഹനം ഓടിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ദോഷം അത് നമ്മൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങളായി. മരുന്ന് കുടിച്ചിട്ട് പോലും, പല മരുന്നുകൾ മാറി മാറി കുടിച്ചിട്ട് പോലും, കഴിച്ചിട്ട് പോലും, ചികിത്സ എടുത്തിട്ട് പോലും വാഹനത്തിൻ്റെ കേടുപാടുകൾ, ഒച്ചപ്പാടുകൾ, സൗണ്ടുകൾ, ശബ്ദങ്ങൾ, റണ്ണിങ്ങിലുള്ള മിസ്റ്റേക്കുകൾ, ഓടിക്കുമ്പോഴുള്ള തകരാറുകൾ, ബ്രേക്ക് ചവിട്ടുമ്പോൾ നിൽക്കണില്ല, ക്ലച്ച് ചവിട്ടുമ്പോൾ ഗിയർ ശരിക്കും മാറ്റുവാനായിക്കൊണ്ട് സാധിക്കുന്നില്ല, കൈകാലുകൾ വേണ്ട രീതിയിൽ ചലിപ്പിക്കാൻ പറ്റണില്ല, അവിടെ വേദന, ഇവിടെ വേദന, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ. ഇതാണ്. ശ്രദ്ധിക്കണം ഏവരും, ഉണരണം ഏവരും, ഉണർന്ന് ഉയരണം. ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ കർത്തവ്യം മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിൽ ധർമ്മനിഷ്ഠയോടുകൂടി നിലകൊള്ളണം. ജീവിത രീതി ധർമ്മനിഷ്ഠയിലൂടെ മാത്രമാവണം. എനിക്ക് ചുറ്റുമുള്ളത് എൻ്റെ വായു, ഞാൻ ശ്വസിക്കുന്നറിഞ്ഞും അറിയാതെയും ശ്വസിക്കുന്ന വായു അപ്രകാരമായിരുന്നാൽ ശുദ്ധവായു മാത്രമാണ് നമുക്ക് ശ്വസിക്കുവാനായിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുക. അപ്രകാരമുള്ള മാർഗങ്ങളിലും വായു സഞ്ചാരം കിട്ടുന്ന മാർഗങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനായിക്കൊണ്ട് സാധിക്കും. അതല്ല നമ്മുടെ രീതിയും നമ്മുടെ കാഴ്ചപ്പാടും അശുദ്ധമായിട്ടുള്ളതാണ്, അധർമ്മത്തിലൂടെയാണെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നമുക്ക് മലിനമായിട്ടുള്ള വായുവെ ശ്വസിക്കുവാനായിക്കൊണ്ടും കിട്ടുമെന്നും കൂടി അറിയണം ഏവരും. നമുക്കിനിയും മറ്റൊരു വീഡിയോയുമായി കാണാം. ഏവർക്കും പ്രണാമം, നമസ്കാരം.